നേരത്തെ എം ജെ പറയുന്നൊരു കാര്യം ഞാൻ സാഗൂതം വീക്ഷിക്കുകയായിരുന്നു. ഏത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം ഇവർ ഒരു പത്രിക പുറത്തിറക്കിയത്രേ, അതായത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. അതിൽ പറഞ്ഞ എന്താ, ജനങ്ങളുമായി ബന്ധമില്ലാത്ത പ്രാദേശിക നേതൃത്വം, അവിടെയും പ്രാദേശിക നേതൃത്വത്തിനാണ് കുറ്റം. പാവങ്ങൾ എന്ത് പഠിച്ചു? ഇപ്പൊ അജിംസി ചോദിച്ചതുപോലെ നമ്മൾ കണ്ടാണല്ലോ അജിംസിങ്ങനെ ഒരു ഊഹ ചോദ്യം പോലെയാണ് ചോദിച്ചത്. ഏതെങ്കിലും സഹാവ് വീട്ടിൽ ചെല്ലുമ്പോ ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടായ എന്ത് പറയുമെന്നാണ്. പക്ഷെ മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇവർ ജനസമ്പർക്കം എന്ന് പറഞ്ഞുകൊണ്ട് വീടുകൾ കയറി ഇലക്ഷന് ശേഷം ഇത് വിശദീകരിക്കാൻ പോയി. എത്ര ഇടത്താ ചൂലിനടി കിട്ടിയത്? എത്ര ഇടത്താ പട്ടി അഴിച്ചു വിട്ടത്? എത്ര ഇടത്താ ഗേറ്റ് അടച്ച ആൾക്കാർ മുഖം തിരിഞ്ഞിരുന്നത്? നമ്മൾ കണ്ടതല്ലേ. അപ്പൊ പ്രാദേശികമായ സഖാക്കൾ ഈ സംസ്ഥാന നേതൃത്വത്തിന്റെ മുഴുവൻ വിഴുപ്പ് ചുമക്കണം എന്ന് പറഞ്ഞാൽ അത് അവർക്ക് തൽക്കാലം സൗകര്യമില്ല. പണ്ടൊക്കെ ആണെങ്കിൽ പറ്റും. പണ്ടൊക്കെ ഈ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് നേരെ താഴോട്ട് ഇതാ ഈ ഫാണ്ടം നിങ്ങൾ ചുമന്നോളൂ എന്ന് പറഞ്ഞാൽ ഈ കുരിശുമരം ഞങ്ങൾ എടുക്കുന്നേ എന്ന് പറഞ്ഞ് അവരെടുക്കായിരുന്നു. ഇപ്പൊ പറ്റില്ല. സഹാക്കൾ വീട്ടിൽ കയറുന്നില്ല. അവർ എന്നോട് പ്രാദേശികമായി എന്റെയൊക്കെ KSU രാഷ്ട്രീയ സമയത്ത് ഉണ്ടായിരുന്ന സമകാലികരായ SFIക്കാർ ഇന്ന് DYFIയിലേക്കാണ്. അവരൊക്കെ എത്രയോ പേര് എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്ക് വീട്ടിൽ കയറാൻ പറ്റുന്നില്ല വസന്തേ. കാരണം എന്താ, പിണറായി വിജയന്റെ കൊള്ളരുതായികൾ എങ്ങനെ വിശദീകരിക്കുമെന്ന് വിഷമപൂർവ്വം പറഞ്ഞവരുണ്ട്. ഈ തവണ ഞങ്ങൾ തോറ്റുപോയി, ഇത് പിണറായിയുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് എന്ന് ഇന്ന് പോലും പറഞ്ഞ ഒരു മുൻ SFI ഏരിയ സെക്രട്ടറിയെ ഞാൻ ഓർക്കുകയാണ്. അപ്പൊ അങ്ങനെ ഇവരെ തിരിച്ചറിയാത്തതിന്റെ പ്രശ്നമാണ്. തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഉണ്ടാവുന്ന പ്രശ്നം എവിടെയാണെന്ന് അജിംസെ, എനിക്കും അജിംസിനും ഒക്കെ പ്രശ്നമുണ്ട്. ഇവര് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ആ സ്പേസിലേക്ക് BJP വളരും. കേരളത്തിൽ ഏതായാലും ഒരു 2 പാർട്ടികളുടെ പൊളിറ്റിക്സ് ആണ് ഉണ്ടാവാൻ പോകുന്നത്. കോൺഗ്രസ് അതിൽ യഥാർത്ഥ ലെഫ്റ്റ്, ദ റിയൽ ലെഫ്റ്റ് കോൺഗ്രസ് ആണ് എന്നീ തെരഞ്ഞെടുപ്പിലൂടെ ഞങ്ങൾ പല തീരുമാനങ്ങളിലൂടെയും രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിന് ശേഷം വന്ന മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനങ്ങൾ അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോ ആ ഒരു സ്പേസ് ഇവർ തിരുത്തുന്നില്ലെങ്കിൽ നഷ്ടമാവുന്ന ആ ഒരു സ്പേസിലേക്ക് BJP വളരുമെന്ന വലിയ ആശങ്ക നമുക്കുണ്ട്.